ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കുറച്ച് മത്തേല പറിച്ചെടുത്താലോ. നമ്മുടെ മുറത്തിനകത്ത്, ചെറിയ മുറത്തിനകത്ത്. നമുക്കറിയാം മത്തേലയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. മത്തേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പോഷകങ്ങൾ അടങ്ങിയ ഒരു പോഷകങ്ങളുടെ കലവറയാണെന്ന് തന്നെ പറയാം മത്തേല. നമ്മുടെ നാട്ടിലൊക്കെ അടുക്കളയുടെ പുറകിലേക്ക് വെറുതെ മത്തക്കുരു വലിച്ചെറിഞ്ഞാൽ മതി, മത്തേല അവിടെ കിളുത്ത് വന്നോളൂ, മത്തങ്ങ ഉണ്ടായില്ലെങ്കിലും. അപ്പം ഞാൻ മത്തങ്ങ ഉണ്ടാകത്തില്ലെന്ന് ഓർത്താണ് ഇവിടെ മത്തക്കുരു ഇട്ടത്. പക്ഷേ മത്തങ്ങായും ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ചെറിയ മത്തങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഇല പറിക്കുന്നില്ല, എന്നാലും നമുക്ക് കുറച്ച് മത്തേല പറിച്ചെടുക്കാം. നമുക്കറിയാം മത്തേലയ്ക്കകത്ത് ഒത്തിരി പോഷകവസ്തുക്കളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാൽഷ്യം, പൊട്ടാഷ്യം, ക്ലോറൈഡ്, മഗ്നീഷ്യം ഒക്കെ നമ്മുടെ മത്തേലയ്ക്കകത്തുണ്ട്. ഒരു 40+ ആയിട്ടുള്ള ഫീമെയിൽസിനൊക്കെ മത്തേല കഴിച്ചാൽ ഒത്തിരി നല്ലതാണ് കേട്ടോ. കാരണം നമുക്കൊരു കാൽസ്യത്തിൻ്റെ തേയ്മാനമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമല്ലേ അത് നമ്മുടെ ബോഡിക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് നികത്തി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അടുക്കളയുടെ പുറകിലൊക്കെ നമ്മൾ മത്തക്കുരു ഒന്നും കളയാതെ ഒന്ന് വലിച്ചെറിഞ്ഞേക്കണേ. നമുക്ക് ഇഷ്ടം പോലെ മത്തേല പറിച്ച് തോരൻ വെക്കാനായിട്ട് പറ്റുമേ. ഇതേ നമ്മുടെ ആപ്പിളിൻ്റെ അടിയിലായിട്ട് ഒരു മത്തയുടെ ചുവടുണ്ട് കേട്ടോ, അവിടുന്ന് കുറച്ച് ഇല നമുക്ക് പറിച്ചെടുക്കാവേ. ഇവിടെ നമുക്ക് 2 മത്തങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ ഉണ്ടായി നിൽക്കുന്നത്. ഇതേ ഒരെണ്ണവും ഇത് ഒരെണ്ണവും. ഇത് ഉണ്ടായി വരുമോയെന്ന് അറിയത്തില്ല, എന്നാലും നമുക്ക് നോക്കാം. 2 മത്തങ്ങ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് ഇല നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി. ഇത് കണ്ടോ, നമ്മുടെ മുന്തിരി എല്ലാം വലയിട്ട് വെച്ചേക്കുവാണേ, കാരണം കിളി വന്നിട്ട് ഇത് കൊത്തി എടുത്തുകൊണ്ട് പോകുന്നുണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് വലയിട്ട് വെച്ചേ. കുറച്ച് ഇലയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്, നമുക്കറിയത്തില്ല എന്താണിങ്ങനെ കാരണം. എന്തെങ്കിലും മുന്തിരിക്ക് എന്തെങ്കിലും രോഗം വന്നിരിക്കുന്നതാണോ എന്ന് അറിയത്തില്ല. നമ്മൾ കുറച്ച് മരുന്നൊക്കെ മേടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി നല്ലപോലെ പഴുത്ത് കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാവേ. നമുക്കതേ നമ്മുടെ പയറിൻ്റെ അടിയിലും കുറച്ച് മത്തയില നിൽപ്പുണ്ട്, അതുകൂടെ പറിച്ചെടുക്കാവേ. ഇത്രയും മത്തയില നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്ക് തോരൻ വെച്ച് കൂട്ടാവേ. നമ്മൾ മത്തങ്ങയുടെ ഇലയെല്ലാം കഴുകിയിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് പരിപ്പും കൂടി ഇട്ടാണ് വെക്കുന്നത്. നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ അതൊന്ന് ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇടാൻ മറക്കരുതേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. താങ്ക്